ഞാനൊരു സമ്പന്നനൊന്നുമല്ല, വളരെ ചെറിയ നിലയിൽ ജീവിക്കുന്നു. വലിയ ആവശ്യങ്ങളൊന്നുമില്ല എനിക്ക്. കിട്ടുന്ന കാശൊന്നും നഷ്ടപ്പെടാതെ കള്ളു കുടിക്കുകയെന്നോ ലഹരി അങ്ങനത്തെ ഒന്നുമില്ല. സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന്, നല്ല കാര്യത്തിന് ഞാനത് ചിലവാക്കും. പക്ഷേ ഞാൻ കാരണവന്മാർ സമ്പാദിച്ച പൈസയില്ല, എനിക്ക് പെൻഷനുമില്ല. സാമാന്യം വലിയൊരു ഉദ്യോഗത്തിൽ പണിയെടുത്ത ഒരുത്തനാണ്. അന്തസ്സായി തന്നെ റിട്ടയറും ചെയ്തു. പക്ഷെ പെൻഷനില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്നിട്ടും ഞാൻ ഈ കാലയളവിൽ 75 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും മാതൃഭൂമിയായി ബന്ധം വന്നിട്ട്. ഞാൻ ഈ കാലയളവിൽ എഴുതിയ കഥകൾ ഒരു 200 തികയില്ല. പൈസ കിട്ടുന്നുണ്ടല്ലോ, മാതൃഭൂമി തരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല. അത് വയ്യ. തോന്നുമ്പോൾ മാത്രം സ്വയമേ വാഗതമാകുന്നു കഥ. അപ്പോൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതൊരു നല്ല കാര്യമാണ്. എൻ്റെ മക്കളുടെ പ്രായമായ ചെറുപ്പക്കാർ 800 കഥകളൊക്കെ എഴുതി കഴിഞ്ഞു. സത്യമാണ്. 800 കഥകൾ വേണ്ട. ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം, 4 ആത്മകഥ എഴുതി. സത്യം, കളവല്ല പറയുന്നത്. ആളെ പേര് പറയുന്നില്ല. ഞാൻ ലോകത്തിലെ ഒരുമാതിരി എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്. UAE മാത്രം 19 തവണ പോയിട്ടുണ്ട്. UAE മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. സൗദി എല്ലാ ദിക്കിലും പോയിട്ടുണ്ട്. ഈ കതർ മുണ്ടും ഈ കതർ ഷർട്ടും മാത്രമായിട്ടാണ് എൻ്റെ യാത്ര. ഞാൻ അവിടങ്ങളിലൊക്കെ പോയെങ്കിലും എൻ്റെ വളരെ ലഘുവായ ആവശ്യങ്ങൾ മാത്രം നിർവഹിക്കുക. അധികം പൈസയൊന്നും വേണ്ട. പൈസക്കും ഒരു കാലം ആഗ്രഹിച്ചിട്ടുമില്ല. കിട്ടിയ പൈസ നല്ല കാര്യത്തിനെ ഉപയോഗിച്ചിട്ടുള്ളൂ.